ഹായ്, ഇന്ന് ഡേ 80 ആണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ 80 ദിവസമായിട്ട് ഇത്രയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്നാണ് എല്ലാവരുടെയും ഡൗട്ട്. കാരണം നമ്മൾ ബോഡിയൊക്കെ ഒരേ കണക്ക് തന്നെ ഇരിക്കുന്നത്, മാറ്റങ്ങളൊന്നുമില്ല. ബട്ട് ആക്ച്വലി ഇതിന് മസിൽ എൻഡുറൻസ് ആണ്. ഒരേ മസിൽസിന് വീണ്ടും വീണ്ടും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മസിൽ എൻഡുറൻസ് ആണ്, ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നില്ല. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ദെൻ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ആവുന്നുണ്ട്. ആദ്യം നമ്മുടെ 100 പുഷപ്സിൽ 50ൻ്റെ 2 സെറ്റാണ് ചേരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ 100 ഒറ്റ സെറ്റിൽ തന്നെ തീർക്കാൻ പറ്റുന്നുണ്ട്. പ്ലസ് നമ്മൾ ഓരോ 25 ഡേയ്സിലും നമ്മൾ ആഡ് ഓൺ ചലഞ്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദിവസം ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടില്ല. പോരാ കൂടുതൽ കൊടുക്കണം, കൂടുതൽ എഫേർട്ട് കൊടുത്താലേ കിട്ടും. നമ്മൾ ഡേ 75 ആഡ് ഓൺ ചലഞ്ചായി 10 ബാക്ക് ഫ്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേവരെ പ്രോപ്പർ 5 ഡേയ്സ് ആയിട്ട് നമുക്ക് അത്ര പ്രോപ്പർ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് സീനില്ല, നമ്മൾ ചെയ്താണല്ലോ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നത്. സോ അത് നമ്മൾ ചെയ്ത് സെറ്റാക്കി എടുക്കും. നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കൂടുതലും ഓൺലൈൻ ആക്കിയേക്കുവാണ്. പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ ഓൺലൈനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ 400 പുഷപ്സും 100 പുള്ളപ്സും കംപ്ലീറ്റ് ചെയ്തു. ദെൻ 1000 പഞ്ചസ് ആണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഞാൻ നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ട്, പ്രോപ്പർ ഫുഡ് ഇൻടേക്ക് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കുക, ഫുഡ് എടുക്കുക, എല്ലാം ഉണ്ടെങ്കിലേ അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇതേവരെ ഇഞ്ചുറിയോ ബോഡി പെയിനോ കാര്യങ്ങളൊന്നും ഇല്ല. ബോഡി പെയിനൊക്കെ ഉണ്ടാവാം മേ ബി, ബട്ട് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ട്, എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം വെറുതെയാണ്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നോ അവർക്ക് ഉറപ്പായിട്ടും അതിനുള്ളൊരു റിസൾട്ട് കിട്ടും. അവർ ഉറപ്പായിട്ടും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടൊരു മനുഷ്യനായി മാറും. സ്റ്റേ ഫിറ്റ്. സോ നമ്മൾ എന്ത് തന്നെ ചെയ്താലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളങ്ങ് ചെയ്യുക. അപ്പം നമ്മുടെ ചലഞ്ച് ഇന്നത്തെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് സ്റ്റാൻഡ് വാക്കിംഗ് 25 മീറ്റർ, ദെൻ 25 ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ്. അങ്ങനെ ചലഞ്ചെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഏത് പ്രായമായാലും ഫിറ്റ്നസ് കീപ്പ് ചെയ്യുക. സ്റ്റേ ഫിറ്റ്.